ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് റവ വെച്ചിട്ട് എങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഗോതമ്പ് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സൂചി ഗോതമ്പാണ്. സംബ വീറ്റ് റവ ഇതേപോലെ കിട്ടും വാങ്ങിക്കാനായിട്ട്, ഫൈനായിട്ടുള്ള ഗോതമ്പ് റവ. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെറിയൊരു അളവാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ, കോക്കനട്ട് ഓയിലാണ്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ ഗീയും കൂടെ ചേർക്കാം. നെയ്യും എണ്ണയും കൂടെ ചൂടാകുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ് 1/2 ടീസ്പൂൺ, ഉണക്കമുളക് ഒരെണ്ണം കീറിയിടാം, കറിവേപ്പില, ഇതിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത്. ഈ സവോള ഒന്ന് ബ്രൗൺ നിറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആവണം. ഇതിനൊപ്പം തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തും കൂടെ ചേർക്കാം. സവോള ഇതേപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് റവ ചേർക്കാം. സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് റവ ചേർക്കുക. ഇതിൽ നമ്മൾ ആദ്യം റവ ചേർക്കുകയാണ്. 3/4 കപ്പ് റവ. എൻ്റെ കയ്യിലിരിക്കുന്ന 1/2 കപ്പാണ്. 3/4 കപ്പ് റവ ചേർക്കുക. റവ ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റുമായിരുന്നു. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക. അപ്പോൾ നമ്മൾ എത്ര റവയാണോ യൂസ് ചെയ്തത് അതിൻ്റെ ഡബിൾ വെള്ളം. ഞാൻ 3/4 കപ്പ് റവയാണ് ചേർത്തത്, അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം ചേർക്കുക. ഈ ഫ്ലെയിം ഹൈയിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നിറച്ചെടുത്തില്ല, കുറച്ച് താഴെ ഉപ്പെടുത്തു. ഉപ്പ് എപ്പോഴും അവരവരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇടുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇടുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട്. തീ കുറച്ച് വെക്കാം. തിളയ്ക്കാൻ തുടങ്ങി. നമുക്കിനി ഇത് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് നമ്മൾ 5 മിനിറ്റോളം കുക്ക് ചെയ്തു. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓഫ് ചെയ്യാം. ഉപ്മാവ് റെഡിയാണ്. ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് പാത്രത്തിൽ തന്നെ ഒന്നിരിക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാണ്. ഈ ഒരു പരുവത്തിൽ കിട്ടി. എപ്പോഴും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് തേങ്ങാപ്പീര സെർവ് ചെയ്യാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഉപ്മാവ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് തേങ്ങാപ്പീര ഇട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് വേണം, ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ കൂടുതൽ ന്യൂട്രീഷ്യസും ആവും. നമ്മൾ സാധാരണ റവ ഇട്ട് ഉപ്മാവ് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ് ഗോതമ്പ് റവ വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thank you for watching Mahima's Cooking Class.